Welcome to the channel Swastha Foods. ഹായ് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് കറിയാണ്. അതായത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ പരിപ്പ് കറി, ചെറുപയർ വെച്ചുണ്ടാക്കുന്ന പരിപ്പ് കറിയാണ്. ഈ ചോറിൻ്റെ കൂടെ പരിപ്പ് കറി ഒഴിച്ചിട്ട് ഗീ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പയറുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 4 വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കടുക് വറുക്കാൻ വേണ്ടി 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പ്. നല്ലോണം പയറിന് ഗ്യാസ് വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പയർ സ്പ്ലിറ്റാക്കി എടുക്കാൻ വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ല റോസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരെണ്ണം എടുത്തിട്ടൊന്ന് കടിച്ചു നോക്കാം. ഇനി കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് സ്പ്ലിറ്റാക്കി എടുക്കാം. ഇപ്പോൾ പയർ കുറച്ച് ചൂട് പോയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് ചെയ്തെടുക്കാം. ഇതൊന്ന് സ്പ്ലിറ്റാക്കി എടുക്കാം. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം പയർ നല്ലോണം സ്പ്ലിറ്റാക്കി ഇട്ടിട്ടുണ്ട്. ആ പൾസ് ബട്ടൺ ഒരു 3-4 ടൈംസ് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി എടുത്ത തൊലി പോകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 ടൈംസ് കഴുകിയെടുക്കാം. മുറമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പാറ്റിയെടുക്കാം. പാറ്റിയെടുത്താലും കുറച്ച് തൊലിയൊക്കെ പോകും. വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകുക. നിങ്ങൾക്ക് കാണാൻ കഴുകുമ്പം തൊലിയെല്ലാം നെടുമേളി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കഴുകിയെടുത്താൽ മതി, തൊലിയെല്ലാം അങ്ങ് പോകും. ഇനി ഒരു 3-4 ടൈംസ് ഒന്ന് കഴുകിയെടുക്കുക. പയറുടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലോട്ട് ഇടുക. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി തേങ്ങ ചിരകിയതും പച്ചമുളകും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. പച്ചമുളകിന് പകരം മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പയർ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നല്ലോണം മാഷ് ചെയ്യുക. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി കടുക് വറക്കാൻ വേണ്ടി ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കടുകിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇടുക. കറിവേപ്പില ഇടുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ചൂടാക്കുക, വഴറ്റുക.
ഇനി കറിയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.